പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചെറുപുഴയിൽ ഉപവാസ സമരം നടത്തി. എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമതി നിഷേധിച്ചതിനെതിരെയായിരുന്നു എം പിയുടെ ഉപവാസ സമരം. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ചാണ്ടി ഉമ്മൻ MLA-യും സമരപന്തൽ സന്ദർശിച്ച് എം പിക്ക് പിന്തുണ അറിയിച്ചു. പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാട് തന്നെയാണ് ചെറുപുഴ പഞ്ചായത്തിൽ നടക്കുന്നതെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചെറുപുഴയിൽ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ്. ഒരു പുരോഗതിയും ഈ നാട്ടിൽ നടത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. പിണറായി സർക്കാർ വന്നതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിക്കണം. ഏതെങ്കിലും ഒരു വികസനം ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി സാധിക്കുമോ? സ്ഥായിയായ ഒരു വികസന പ്രവർത്തനം ഈ സംസ്ഥാനത്ത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിക്കൂ, നോക്കൂ. വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ, സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ, മെട്രോ റെയിൽ ഉൾപ്പെടെ, കേരളത്തിൽ വന്നിരിക്കുന്ന വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ, യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇവിടെ പരിയാരത്ത് ഒരു മെഡിക്കൽ കോളേജിൽ അതാരാണ് കൊണ്ടുവന്നത്? അത് K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ MP രാഘവൻ സഹകരണ മന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്നത്. ഏത് വികസനമാണ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത്? ഇപ്പോൾ വിഴിഞ്ഞത്ത് അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എല്ലാ ബ്രാഞ്ചുകളിലും സമ്മേളനം നടത്തി, ആഘോഷം നടത്തി. അത് കൊണ്ടുവന്നപ്പോൾ എന്താണ് പറയുന്നത്? ഇത് കച്ചവടമാണ്, ഇതിവിടെ നടപ്പിലാക്കാൻ റിയൽ എസ്റ്റേറ്റ് ആണ്, ഇതിവിടെ നടപ്പിലാക്കാൻ വിടില്ല എന്ന് പറഞ്ഞ അന്ന് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതിന്റെ വികസനം, അതിന്റെ ഉദ്ഘാടനം ആയപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളാണ് എന്ന് പറഞ്ഞേൽക്കുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇത് തന്നെയല്ലേ ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ MP ഹൈമാക്സ് ആയിട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, ഒറ്റയടിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ എന്ത് അധികാരമാണുള്ളത്? അതുകൊണ്ട് വരുന്ന സാമ്പത്തിക നഷ്ടം എത്രയാണുള്ളത്? അപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ കോർപ്പറേഷനുകളിലും, മുനിസിപ്പാലിറ്റികളും ഹൈമാക്സിലേക്ക് വെക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ചെറുപുഴ പഞ്ചായത്തിന് സാധിക്കുന്നില്ല? ഇവിടെ ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കാൻ ഗവൺമെന്റ് തലത്തിൽ തന്നെയാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. MP ആണ്, MP ഗവൺമെന്റിന്റെ ഭാഗമാണ്, അദ്ദേഹം കൊടുക്കുന്ന പണമാണ്. അത് ലാപ്സാക്കി കളഞ്ഞുകൊണ്ട് MP-യുടെ പേര് കേൾക്കുമ്പോൾ വിറളി പോകുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. അതിന് കാരണമെന്താണ്? അദ്ദേഹത്തിന്റെ ജനകീയത തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇത്തരം നീക്കങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം, ആ പോരാട്ടം ഏറ്റെടുത്ത് നടത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ അവസരത്തിനൊത്തുയരുന്ന ഒരു MP ഇത്തരമായ ഒരു വിഷയം വന്നപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഉപവാസം ഇരുന്നുകൊണ്ട് ജനകീയമായി അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. A. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമതി നിഷേധിച്ചതിനെതിരെയായിരുന്നു MP-യുടെ ഉപവാസ സമരം. ഭരണസമിതിയുടെ നിലപാടിനോട് കടുത്ത ഭാഷയിലാണ് ഉണ്ണിത്താൻ പ്രതികരിച്ചത്. പയ്യന്നൂർ അസംബ്ലിയിലെ മാർക്സിസ്റ്റ് പഞ്ചായത്ത് ആവശ്യപ്പെട്ടാൽ ആ പഞ്ചായത്ത് അവർക്കും വേണമെങ്കിൽ തൊട്ടടുത്ത് സ്റ്റേഡിയമുണ്ട്, അതിലൊരു പഞ്ചായത്തിന് കൊടുക്കും. എന്നാലും ഇനി അലക്സാണ്ടറുടെ മുമ്പിൽ കീഴടങ്ങാൻ ഞാനില്ല. കാരണം ഇത് ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഗതികേടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് എനിക്ക് തരുന്ന ഫണ്ട് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാനാണ് തരുന്നത്. അത് ഈ പഞ്ചായത്തില് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ലെജിസ്ലേഷൻ തിരിച്ച് ഒന്ന് ഞാൻ കൊടുത്തത് ഉറൂസ് നടക്കുന്ന പെരുങ്ങോ മക്കാം പള്ളിയിലാണ്. ഇവിടെ മതേതരത്വത്തെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന, അത് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിയുന്നതിനെതിരെ ലേഖനം പരമ്പര എഴുതിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പെരുങ്ങോത്ത് നടക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഉറൂസ് നടക്കുന്ന സ്ഥലത്ത് പുളിങ്ങോ അവിടെ ആവശ്യപ്പെട്ട ഒരു ലൈറ്റാണ് നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നത്. മറക്കണ്ട, പുളിങ്ങോത്ത് അവിടുത്തെ ജനങ്ങൾ ഇതിന് മറുപടി തരും. MP കൊടുത്ത് ഈ ലൈറ്റ് അവിടെ സ്ഥാപിക്കാൻ സമ്മതിക്കാത്തതിന് പുളിങ്ങോത്ത ജനങ്ങൾ ഈ പഞ്ചായത്ത് ബസിനെ മറുപടി തരും. രണ്ട്, ആലോചിച്ചോക്കെ, ഇന്നലെ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ് എന്ന പുരോഹിതനെയും കുട്ടികളെയും
ജീപ്പിലിട്ട് കത്തിച്ചു കളഞ്ഞതിന്റെ 25ാം വാർഷികമാണ്. മധ്യപ്രദേശിലെ 4 പള്ളിക്ക് മുകളിൽ RSSകാർ കൊടി നാട്ടി ഇന്നലെ. അവിടെയാണ് മീൻതുള്ളി കുരിശു പള്ളിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ഹൈമാസ് കൊടുത്തത്. ഈ അലക്സാണ്ടർ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണ്. പക്ഷേ അയാളൊരു കപട ഈശ്വര വിശ്വാസിയാണ്. അതുകൊണ്ടാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസത്തിൽ വിശ്വസിക്കുന്ന, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഇയാള് ഈ രാജ്യത്ത് മതേതരത്വത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഇയാള് ഈ കുരിശുപള്ളിയിലുള്ള 2ാമത്തെ ലൈറ്റ് അയാൾ നിഷേധിച്ചത്. 3ാമത് ഇവിടുത്തെ വ്യാപാരി വ്യവസായി സമൂഹം ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് മച്ചീർ ടൗണിൽ ഞാനൊരു ലൈറ്റ് കൊടുത്തത്. അതാണ് പുള്ളി നിഷേധിച്ചത്. തൊട്ടുമൽ ശ്രീ ദിവ്യപുരം അമ്പലം ഒന്നാലോചിച്ച് നോക്കെ, ആ അമ്പലത്തിലെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടാണ് അവിടെ ലൈറ്റ് കൊടുത്തത്. മലങ്കര പള്ളി, ആ പള്ളിയിലെ തിരുമേനിയാണ്, ആ തിരുമേനി പള്ളിയിലെ അവിടുത്തെ വൈദികൻ അവരടക്കം ആ പ്രദേശത്തെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ് ഈ മലങ്കര പള്ളിക്ക് സമീപം ലൈറ്റ് കൊടുത്തത്. പിന്നെ പരുത്തിക്കൽ ടൗൺ തിരുമേനിയിൽ അച്ഛൻ പറഞ്ഞിട്ടാണ് കൊടുത്തത്. അത് കൂടാതെ ഈ 6 ലൈറ്റുകൾ കൂടാതെ ഞാൻ 3 ലൈറ്റ് കൂടി കൊടുത്തു. ആ 3 പാസ്സാക്കി തന്നില്ല, 6 പാസ്സാക്കി തന്നു. പാസ്സാക്കി തന്ന 6 സ്ഥലത്തെയാണ് നിഷേധിച്ചത്. പക്ഷേ ദൈവം അനുവദിച്ചാൽ ഈ 6 സ്ഥലത്ത് ഞാൻ ലൈറ്റ് ഇട്ടിരിക്കും, യാതൊരു തർക്കവുമില്ല. ചാണ്ടി ഉമ്മൻ MLAയും ചെറുപുഴയിലെത്തി രാജ്മോഹൻ ഉണ്ണിത്താന്റെ സമരത്തെ പിന്തുണച്ചു. അന്ധകാരം മതിയോ എന്നും? അന്ധകാരമല്ല, ഇവിടെ വെളിച്ചം വേണം. വികസനത്തിന്റെ വെള്ളി വെളിച്ചം, നാടിന് മാറ്റം വരുന്ന വെളിച്ചം. ആ വെളിച്ചം കൊണ്ടുവരുവാൻ നിങ്ങളുടെ MP അത് ഏതൊരു രാഷ്ട്രീയത്തിന് വേണ്ടിയല്ലല്ലോ, പൊതുവായ വികസനമല്ലേ. ഒരു നാട്ടിൽ വെളിച്ചം വരിക എന്നുള്ളത് ആ നാടിന്റെ ആവശ്യമല്ലേ. അപ്പോൾ ഇരുട്ടത്ത് എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വെളിച്ചം വരണ്ട എന്നുള്ള നിലപാടുമായിട്ട് ഇന്ന് നിൽക്കുന്നത്. അംഗീകരിക്കാൻ സാധിക്കും. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഉണ്ണിച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ വെളിച്ചത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ഇരുട്ടിന്റെ വക്താക്കളെ നിൽക്കുന്നവരെ എതിർക്കുവാൻ, ഇരുട്ടിന്റെ മറവിലാണ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. ഇരുട്ടിന്റെ മറവിലാണ് ഞങ്ങളുടെ സഹാക്കൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ശരത്തും കൃപേഷും ഷുഹൈബും കൊല്ലപ്പെട്ടത്. അങ്ങനെ ഇരുട്ടിന്റെ മറവ് ഇനി അനുവദിക്കാൻ പറ്റത്തില്ല. അക്രമത്തിന്റെ ഇരുട്ട് ഇവിടെ അനുവദിക്കാൻ സാധിക്കത്തില്ല. അഴിമതിയുടെ ഇരുട്ട് ഇവിടെ അനുവദിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ വികസനമില്ലായ്മ എന്നുള്ള ഇരുട്ട്, ആ ഇരുട്ടിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇന്ന് ഈ ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയത്, ഈ സ്വാതന്ത്ര്യം മേടിച്ചത് ഈ നാട്ടിൽ ഇരുട്ട് മാറ്റാൻ, അന്ധകാരം മാറ്റാൻ. ഇവിടെ MP-മാരും MLA-മാരും കടന്നു വന്നിരിക്കുന്നത് ഇവിടെ വികസനത്തിന്റെ വെളിച്ചം കൊണ്ടുവരുവാൻ, മാറ്റത്തിന്റെ വെളിച്ചം കൊണ്ടുവരുവാൻ, ഈ കേരളത്തെയും ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരുവാൻ. അതിനെ തടയാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഞാൻ ഇന്നും ഓർക്കുന്നത്, കഴിഞ്ഞ ദിവസം ശിവഗിരി പോയപ്പോൾ ഞാൻ നടത്തിയ ഒരു പ്രസംഗം. ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഗുരുദേവൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് പ്രസംഗിക്കും? ജാതിഭേദം മതദ്വേഷത്തിനെതിരെ മാത്രമല്ല, പാർട്ടി വൈര്യത്തിനെതിരെ കൂടി പ്രസംഗിക്കുന്ന ഒരു നവോത്ഥാന നായകനായിരുന്നേ എന്ന് ഞാൻ എന്റെ മനസ്സിൽ അന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഈ പാർട്ടിയുടെ പേരിൽ അദ്ദേഹം വേറൊരു പാർട്ടിക്കാരനായതുകൊണ്ട് നന്മ ചെയ്യുമ്പോൾ അതിനെ തടുക്കണം. തീർച്ചയായിട്ടും ഇവിടുത്തെ CPM നിലപാട് ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേതാക്കളായ V. കൃഷ്ണൻ മാസ്റ്റർ, KK സുരേഷ് കുമാർ, M. ഉമ്മർ, റോഷി ജോസ്, TV കുഞ്ഞമ്പു നായർ, കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളമ്പട തുടങ്ങിയവരും സംസാരിച്ചു. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഖദുള്ള ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.